ഒടുവിൽ കളം മാറ്റി ചവിട്ടുകയാണ് ഹമാസ്. മുഴുവൻ ബന്ധികളെയും വിട്ടയക്കണമെങ്കിൽ പാലസ്തീൻ ബന്ധികളെയും ഇസ്രയേൽ കൈമാറണം എന്ന നിബന്ധന ഇസ്രയേലിന് മുന്നിൽ വച്ച് ഹമാസ്. ഇനി ഒരു ഇടക്കാല വെടിനിർത്തലില്ല. ഇസ്രയേലിന് മുന്നിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഹമാസ്. ബന്ദികളെ വിട്ടയച്ച് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമഗ്രമായ ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് പറയുമ്പോഴും അവരുടെ ആവശ്യം പലസ്തീൻ ബന്ദികളെ മുഴുവൻ വിട്ടയക്കുക എന്നത് തന്നെയാണ്. ഇസ്രയേൽ ജയിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്ന് ഹമാസ് നേതാവ് ആവശ്യപ്പെട്ടു. നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും ഭാഗികമായ ഒരു സമാധാന കരാറിലൂടെ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ മറയ്ക്കാനുള്ള ശ്രമത്തിലാണെന്നും ഹമാസ് ആരോപിക്കുന്നു. മുഴുവൻ ബന്ദികളും മരിച്ചാലും ഗാസയിൽ യുദ്ധവും അതിക്രമവും പട്ടിണിയും വിതയ്ക്കാനാണ് അവരുടെ ശ്രമം. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ല എന്നും ഹമാസ് നേതാവ് പറയുന്നു. ഇസ്രയേൽ ജയിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയച്ചാൽ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്നാണ് ഹമാസ് നേതാവ് പറയുന്നത്. ഗാസയിലെ ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യ ടെലിവിഷനിലൂടെ ഗാസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രണ്ട് ഭാഗത്തു നിന്നും ആളുകളെ പൂർണ്ണമായും വിട്ടയക്കുന്നതല്ലാതെ ഒരിടക്കാല വെടിനിർത്തലിന് തയ്യാറല്ല എന്നും ഖലീൽ അൽ ഹയ്യ വ്യക്തമാക്കി. ഹമാസും ഇസ്രയേലും ഒപ്പിട്ട സമാധാന കരാർ ആദ്യഘട്ടം പൂർത്തിയായി എങ്കിലും പിന്നീട് ഗാസയിൽ വീണ്ടും ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചിരുന്നു. മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. തിങ്കളാഴ്ച ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന സമാധാന ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞു. 45 ദിവസത്തെ ഇടക്കാല വെടിനിർത്തൽ കൊണ്ടുവന്ന് ബന്ധികളെ മോചിപ്പിക്കാനും അതിനുശേഷം സമാധാന ചർച്ചകൾ തുടരാമെന്നുമായിരുന്നു ഇസ്രയേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം. മാത്രമല്ല ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സ്വീകാര്യമല്ല എന്നാണ് ഹമാസിന്റെ നിലപാട്. ഒരിക്കലും നടക്കാത്ത ആവശ്യമെന്നാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചത്. ജനുവരി 19 നിലവിൽ വന്ന സമാധാന ഉടമ്പടി പ്രകാരം ഇതുവരെ 38 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത്. എന്നാൽ ബന്ദി മോചനം വൈകുന്നുവെന്നാരോപിച്ച് ഇസ്രയേൽ മാർച്ചിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുകയായിരുന്നു. വിട്ടയക്കാനുള്ള 59 ഇസ്രയേലികളെ മോചിപ്പിക്കാതെ ഇനി സൈനിക നടപടി നിർത്തിവെക്കില്ല എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഗാസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കാനാണ് അവരുടെ ശ്രമം. ജനുവരിയിൽ ഗാസയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പുതുക്കാൻ ഈജിപ്ത് മധ്യസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ മാസവും അത് ലംഘിക്കപ്പെടുകയാണ്. അതേസമയം ഹമാസിന്റെ അഭിപ്രായങ്ങൾ തെളിയിക്കുന്നത് അവർക്ക് സമാധാനത്തിലല്ല നിരന്തരമായ ആക്രമണത്തിലാണ് താല്പര്യമെന്നാണെന്ന് ട്രംപ് ഭരണകൂടം പറയുന്നു. മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ അതുകൊണ്ട് തന്നെ മാറ്റമൊന്നുമില്ല. ബന്ദികളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ നരകയാതന അനുഭവിക്കുക. ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജെയിംസ് ഹെവിറ്റ് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: വെടിനിർത്തൽ പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി കെയ്റോയിൽ നടന്ന അവസാന റൗണ്ട് ചർച്ചകൾ യാതൊരു പുരോഗതിയുമില്ലാതെ അവസാനിച്ചു എന്ന് പലസ്തീൻ ഈജിപ്ഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചു. ഗാസയിൽ 45 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ നിർദ്ദേശിച്ചിരുന്നു. ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പരോക്ഷ ചർച്ചകൾ ആരംഭിക്കാനും ഇത് അവസരമൊരുക്കിയെങ്കിലും ഹമാസ് ആയുധം താഴെയിടുക എന്ന വ്യവസ്ഥ ഹമാസ് നിരസിക്കുകയാണ്. കാരണം അസാധ്യമായ വ്യവസ്ഥകളോടെ ഇസ്രയേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏകപക്ഷീയമാണ് എന്നാണ് ഹമാസിന്റെ ആരോപണം. ജനുവരി 19 ആരംഭിച്ച വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 38 ബന്ദികളെ ഹമാസ് ഇതുവരെ മോചിപ്പിച്ചിട്ടുണ്ട്. മാർച്ചിൽ ഗാസയിൽ ഇസ്രയേൽ സൈന്യം കരവ്യോമ ആക്രമണം പുനരാരംഭിച്ചു. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ വെടിനിർത്തൽ നീട്ടാനുള്ള നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതിനെ തുടർന്ന് വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുകയും ഗാസയെ സൈനികവൽക്കരിക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണം തുടരും എന്ന നിലപാട് തന്നെയാണ് ഇസ്രയേലിന്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ ഉണ്ടാക്കിയാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കൂ എന്ന് ഹമാസ് വാദിക്കുകയും ചെയ്തിരുന്നു. അധിനിവേശം ആരംഭിച്ചതു മുതൽ 1,00,000-ഓളം സാധാരണക്കാരായ നിരപരാധികളെയാണ് ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയത് എന്നാണ് ഹമാസിന്റെ വാദം. ഗാസ മുനമ്പിലുടനീളം ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 32 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ആരോഗ്യ അധികൃതർ പറയുന്നു. വടക്കൻ ഗാസ മുനമ്പിലെ ജബാലിയയിലുള്ള UN നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ നടന്ന ആക്രമണങ്ങളിൽ 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഹമാസിന്റെ കമാൻഡ് സെന്ററിലെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ വാദം. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണമാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. അതിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ഗാസയിലേക്ക് ബന്ദികളാക്കുകയും ചെയ്തുവെന്ന് ഇസ്രയേലി കണക്കുകൾ പറയുന്നു. അതിനുശേഷം ഇസ്രയേലി ആക്രമണത്തിൽ 51,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാദേശിക ആരോഗ്യ അധികൃതരുടെ വാദം. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.